ഭവനമില്ലായിരുന്നു. ഒരു ഭവനത്തിന് വേണ്ടി ഞങ്ങൾ നിരന്തരം ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 2024 മെയ് മാസത്തിൽ ഞങ്ങൾ വീട് കാണാനായിട്ട് പോയി. അങ്ങനെ വീട് കാണാനായിട്ട് പല വീടുകളും കണ്ടു, ഒന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ കാണാൻ പോയി ഒരു വീട്. അവിടെ ചെന്നപ്പോൾ അത് കുറേ വലിയ വീടാണ്, പക്ഷേ അതിനുള്ള സാമ്പത്തികം ഞങ്ങളുടെ കയ്യിലില്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. അപ്പം എന്നിട്ട് ഇതിൻ്റെ കാര്യത്തെക്കുറിച്ച് പിന്നീട് സംസാരിക്കാമെന്ന് ബ്രോക്കറോട് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി. അതിനുശേഷം വീണ്ടും കുറേ വീടുകൾ കണ്ടു, എന്നിട്ടൊന്നും ശരിയാവണില്ല. അപ്പം ഞങ്ങൾ ആ ബ്രോക്കർ തന്നെ പറഞ്ഞു, നിങ്ങൾ ആദ്യം കണ്ട വീട് തന്നെ ഒന്നും കൂടി കാണ്, അത് നിങ്ങൾക്ക് പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ വീട് തന്നെ വീണ്ടും വന്ന് കണ്ടു. അങ്ങനെ ഞാനിങ്ങനെ മാതാവിനോട് ആ ഭവനത്തിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതാവ് എന്നോട് പറഞ്ഞു, നിനക്കായിട്ട് ഞാൻ ഒരുക്കിയിരിക്കുന്ന ഭവനമാണിത്, അതുകൊണ്ട് നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് പറയുകയാണ്, മാതാവേ, എനിക്കിത് വാങ്ങിക്കാനുള്ള സാമ്പത്തികമൊന്നുമില്ല, അതുകൊണ്ട് എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അതെല്ലാം നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 1 രൂപ പോലും ഇല്ലാതിരുന്ന സ്ഥലത്ത് നല്ലൊരു എമൗണ്ട് കൊടുത്ത് ആ വീട് ഞങ്ങൾക്ക് വാങ്ങിക്കുവാനായിട്ട് കഴിഞ്ഞു. 10 സെൻറ്റ് സ്ഥലവും 2000 സ്ക്വയർ ഫീറ്റ് വീടുമുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ആ ഭവനത്തിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ വീട് താമസത്തിന് വേണ്ടി ഞാൻ ഒരുങ്ങുന്നതിന് മുമ്പ് മാതാവിനോട് പറഞ്ഞായിരുന്നു, ഈ ഭവനത്തിൻ്റെ താക്കോലുമായിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നതിന് ശേഷം മാത്രമാണ് ഈ ഭവനത്തിൽ താമസിക്കുള്ളൂ എന്ന്. അങ്ങനെ ഞാൻ ആ താക്കോലുമായിട്ട് മാതാവിൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് താക്കോല് കാണിച്ചതിന് ശേഷം ഞാൻ വീട്ടിൽ ചെന്നിട്ടാണ് എൻ്റെ ഭവനത്തിൽ നിന്ന് ഈ ഭവനത്തിലേക്ക് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തത്. അതെനിക്ക് മാതാവ് ഈശോയും തന്ന ഒരു വലിയ അനുഗ്രഹമാണ്.